ഗൈസ് വെൽക്കം. അപ്പോൾ നമ്മൾ ഇന്ന് എൻ്റെ കറൻസി കളക്ഷനെ പറ്റി നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഇത് ഒരു ചെറിയ ബോക്സിലായിട്ടാണ് എൻ്റെ കറൻസി കളക്ഷൻ ഇട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കിത് തുറക്കാം. ഇത് തുറക്കുമ്പോൾ ഇങ്ങനെ ആയിരിക്കും, കുറേ കറൻസി ഉണ്ടാവും. അപ്പോൾ ഇത് നമുക്ക് ഫുള്ളായിട്ട് ഇങ്ങനെ നോക്കാം. അപ്പോൾ അതായത് ഫുള്ളായിട്ട് നമ്മൾ കുറേ കറൻസി ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ കുറേ ഡിഫറെൻറ്റ് കൺട്രീസിൻ്റെ കറൻസി ഉണ്ട്. അപ്പോൾ നമുക്കതൊന്ന് മാറ്റി വെക്കാം കേട്ടോ. നമുക്ക് ആദ്യം ഇന്ത്യൻ കറൻസി നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ത്യൻ കറൻസി ഇത്രയും, പിന്നെ വേറെ രാജ്യത്തെ കറൻസി ഇത്രയാണുള്ളത് കേട്ടോ ഗൈസ്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ 5 രൂപയാണ് കാണിക്കാൻ പോകുന്നത്. 5 രൂപയുടെ നോട്ട് ആണ് കാണിക്കാൻ പോകുന്നത് ഗൈസ്. 5 രൂപയുടെ നോട്ട് എൻ്റെ കയ്യിൽ രണ്ട് 5 രൂപയുടെ നോട്ടാണുള്ളത് കേട്ടോ. 2 അല്ല 3 ഉണ്ട്. ഇതാ 3 5 രൂപേൻ്റെ നോട്ടാണുള്ളത്. 5 രൂപ ഇതാ. എൻ്റെ ബാക്ക് ഭാഗം ഇങ്ങനെയാണ്. ഓക്കെ, ഇനി നമുക്ക് ഒരു 50 രൂപേൻ്റെ ഒരു പഴയ കാലത്തൊരു നോട്ടുണ്ട്. 50 രൂപേൻ്റെ ഇത് നിങ്ങൾക്കൊക്കെ ഓർമ്മ ഉണ്ടാവും. പഴയ കാലത്തൊരു 50 രൂപേൻ്റെ നോട്ടാണ്. ഇതൊക്കെ റയർ അല്ല, വെറുതെ ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നതാണ്. 50 രൂപേൻ്റെ ബാക്കും ഫ്രണ്ടും. പിന്നെ 50 രൂപേൻ്റെ 2 ഉണ്ട് എൻ്റെ കയ്യിൽ. ഇതാ 3 ഉണ്ട്. പിന്നെ നമ്മൾ 1 രൂപേൻ്റെയാണ്. 1 രൂപേൻ്റെ എൻ്റെ കയ്യിൽ 3 എണ്ണം ഒറ്റ ഉണ്ട്. 3-4 എണ്ണം ഒറ്റ ഉണ്ട് കേട്ടോ. 1 രൂപേൻ്റെ എൻ്റെ കയ്യിൽ 1 രൂപേൻ്റെ 3 എണ്ണമാണല്ലോ കേട്ടോ. 3 1 രൂപേൻ്റെ ഇതാണല്ല. ഇതിൻ്റെ ഫ്രണ്ട് ഇങ്ങനെ ബാക്ക് ഇങ്ങനെയാണ്. അല്ല സോറി, ഫ്രണ്ട് ഇങ്ങനെ ബാക്ക് ഇങ്ങനെയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മളെ കയ്യിലുള്ള പഴയ കാലത്ത് ഒരു 10 രൂപ, നിരോധിച്ച 10 രൂപയാണ്. ഇതിൻ്റെ ബാക്ക് ഇങ്ങനെ ഫ്രണ്ട് ഇങ്ങനെയാണ്. ഇത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യൻ്റെ തന്നെ 10 രൂപയാണ്. ഇത് നിരോധിച്ചതാണ്, പഴയ കാലത്ത് തന്നെ. നിങ്ങളൊന്നും കണ്ടിട്ടുണ്ടാവില്ല, വഴി ഉണ്ടാവില്ല. ഓക്കെ, ഇത് ഇൻഡിപെൻഡൻസിന് മുമ്പേ നിരോധിച്ചതാണ്. അടുത്തത് നമ്മൾ 5 രൂപേൻ്റെ ഒരു കറൻസിയാണ് കേട്ടോ. 5 രൂപേൻ്റെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യൻ്റെ തന്നെ 5 രൂപേൻ്റെ ഒരു കറൻസി. ഇത് വേറെയാണ്. ആ 5 രൂപേനെ പോലെയല്ല, ഇത് വേറെ ഒരു ടൈപ്പാണ് കേട്ടോ. അത് കഴിഞ്ഞ് നമ്മളൊരു 100 രൂപേൻ്റെയാണ് നോക്കാൻ പോകുന്നത്. 100 രൂപേൻ്റെ ഒരു നോട്ട്. ഇതൊക്കെ എല്ലാവരും മിക്കവാറും എല്ലാവരും കണ്ടിട്ടുണ്ട്. 100 രൂപേൻ്റെ അത് കഴിഞ്ഞത് നമ്മൾ 20 റുപ്പീസിൻ്റെ 20 റുപ്പീസിൻ്റെ ഇതാണ് നമ്മൾ 20 റുപ്പീസ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ 2 റുപ്പീസിൻ്റെ കറൻസിയാണ് ഗൈസ്. 2 റുപ്പീസ് ഇത് ഇന്ത്യൻ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ തന്നെയാണ്. അത് കഴിഞ്ഞിട്ട് 10 റുപ്പീസിൻ്റെ എൻ്റെ കയ്യിൽ 2 എണ്ണം ഉണ്ട് കേട്ടോ. 10 റുപ്പീസിൻ്റെ 2 എണ്ണം. 10 റുപ്പീസ് ഇത് കണ്ടിട്ടുണ്ടാവും, എല്ലാവരും കണ്ടിട്ടുണ്ടാവും. 10 റുപ്പീസാണിത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഒരു 500 റുപ്പീസ് ഉണ്ട്. ഇത് സാധാ നോട്ടല്ലേ, നിങ്ങൾക്ക് സാധാ നോട്ടായിട്ടല്ലേ തോന്നുന്നത്. പക്ഷേ ഇതിൻ്റെ നമ്പറിലാണ് ചേഞ്ച് വരിക. ഈ നമ്പർ ഉണ്ടോ? ഈ നമ്പർ ഒന്ന് കാണിച്ചു കൊടുത്തേ. 786. ഇതൊരു റയർ നമ്പറാണ്. ഇതിന് 10,000 റുപ്പീസ് ആയിട്ട് മാർക്കറ്റ് വാല്യൂ ശരിക്കും. അതുകൊണ്ടാണ് ഇത് ഞാൻ കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് വേറെ രാജ്യത്തെ കറൻസികൾ നോക്കാം. ഓക്കെ, നമ്മളിൽ ഇത്രയും വേറെ രാജ്യത്തെ കറൻസികളുണ്ട്. ഓക്കെ, നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഒന്ന് മാറ്റി വെക്കാണ്. ഫസ്റ്റ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഒമാൻ്റെ ഒരു കറൻസിയാണ്. സെൻട്രൽ ബാങ്ക് ഓഫ് ഒമാൻ. 100 പൈസയാണ്. 100 പൈസ. ഇത് ഇന്ത്യൻ റുപ്പിയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ കുറച്ച് പൈസ ആയിട്ടേ വരുള്ളൂ കേട്ടോ. 100 പൈസ. നെക്സ്റ്റ് വന്ന് 1 ദിർഹമാണ്. അല്ല, 1 ദിർഹമല്ല, 10 ദിർഹം. ദുബായല്ല, അറബ് എമിറേറ്റ്സിൽ 10 ദിർഹമാണിത്. 10 ദിർഹം. ഓക്കെ, ഇനി നമ്മുടെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക. $1. $1 ബാക്ക് ഫ്രണ്ട്. ഇനി നമ്മൾ സെൻട്രൽ ബാങ്ക് ഓഫ് ഒമാൻ അല്ലേ. സെൻട്രൽ ബാങ്ക് ഓഫ് ഒമാൻ്റെ വേറൊരു 100 പൈസ ഉണ്ട്. ഇത് വേറെയാണ്. ഈ 100 പൈസയും ഇതും തമ്മിൽ വ്യത്യാസമുണ്ട്. അവിടെ പോയി ഈ 100 പൈസയും ഈ 100 പൈസയും വ്യത്യാസമുണ്ട്. ഇത് 100 പൈസ, ഇത് 100 പൈസ. പക്ഷേ നോട്ടിൻ്റെ ഡിഫറൻസ് ഉണ്ട്. അടുത്ത ഒരു ഇതും കൂടി ഉണ്ട്. ഒമാൻ്റെ തന്നെ ഒരു പൈസയും കൂടി ഉണ്ട്. 100 പൈസ. അടുത്തതായിട്ട് നമ്മളെ കയ്യിലുള്ള 5 ദിർഹംസ്. ഇത് ദുബായിൽ തന്നെ. ഇത് 10 ദിർഹംസ്, ഇത് 10 ദിർഹംസ്, ഇത് 5 ദിർഹംസ്. ഇതിൻ്റെ തന്നെ വേറൊരു ടൈപ്പ് 5 ദിർഹമാണിത്. ഇതിൻ്റെ തന്നെ വേറൊരു ടൈപ്പ് 5 ദിർഹമാണ് ഇത്. ഇതാ വേറെ ടൈപ്പ് ഒരു 5 ദിർഹം. ഇതിൻ്റെ ബാക്ക് ഇങ്ങനെയാണ്, ഇതിൻ്റെ ബാക്ക് ഇങ്ങനെയാണ്.
ഇതിൻ്റെ ഫ്രണ്ട് ഇങ്ങനെയാണ്. ഇത് 5 ദിർഹം. ഇത് നമുക്ക് മുറിച്ചാലും മുറിയില്ല, കീറാൻ പറ്റില്ല ഇത്. അത് കഴിഞ്ഞിട്ട് ഒരു സെൻട്രൽ ബാങ്ക് ഓഫ് ഖത്തറിൻ്റെ ഒരു ഇതുണ്ട്, ഖത്തർ 1 റിയാൽ, ഒരു റിയാലുണ്ട്. അപ്പോൾ നമ്മളെ സെൻട്രൽ ബാങ്കിൻ്റെ ഒരു റിയാൽ, ഖത്തർ സെൻട്രൽ ബാങ്കിൻ്റെ ഒരു റിയാൽ ഇതാ. ലാസ്റ്റ് വണ്ണായിട്ട് നമ്മളെ കയ്യിലുള്ളത് ഒരു 1 അറേബ്യൻ മോണിറ്ററി ഏജൻസിൻ്റെ 1 റിയാലാണ്. 1 റിയാലാണ് എൻ്റെ കയ്യിലുള്ളത്. ഓക്കെ, 1 റിയാൽ, 1 റിയാലാണ് നമ്മളെ കയ്യിലുള്ളത്. ഓക്കെ, അപ്പോൾ ഇത് നമ്മളെ കയ്യിൽ ഇതാ ഇത്രയും നോട്ടുണ്ട്. അപ്പോൾ ഇത്രയും നോട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത വീഡിയോയിൽ നമ്മളൊരു കോയിനും കൊണ്ടായിരിക്കും വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, സബ്സ്ക്രൈബ്, ഷെയർ, കമൻറ്റ് എല്ലാം ചെയ്യണം. ബൈ ബൈ.